പെർഫോമൻസ് ആയിരുന്നു കണ്ടത്. ഒരുപാട് ചിരിച്ചു. പുട്ടിന്റെയും ഇഡ്ലിയുടെയും പഴങ്കഞ്ഞിയുടെയും കഥ. ശ്വേതാജി, ഏറ്റവും സർപ്രൈസ് ഉണ്ടായിരുന്ന മീനൂട്ടി. എന്ത് നന്നായിട്ട് അവൾ ഓരോരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തു. അവളെന്തോ അവൾക്ക് ഇഡ്ലി അല്ലെ പാചകം ഉണ്ടാക്കാൻ അറിയാം. ആ ഒരു ഫീലിംഗ് ആണ് മീനൂട്ടി തന്നെ. സോ ബ്യൂട്ടിഫുൾ ചക്കരേ, നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് എനിക്കൊരു മുട്ട പോലും പൊട്ടിക്കറിഞ്ഞൂടാ. പിന്നെ പാചകം വെരി ഗുഡ്, വെരി സ്മാർട്ട്. വെരി സ്മാർട്ട്. അതായത് പണ്ടൊക്കെ നമ്മളാണെങ്കിൽ മിണ്ടാതെ ശ്വേതാജി അല്ലേ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് മിണ്ടാതിരിക്കാന്ന് പറയും. ഇതിപ്പോ അങ്ങനെയല്ല. എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് എന്തായാലും വെരി ഗുഡ്. ശ്രീകുട്ടി, ഇത് ഈ ആശയം ആരാണ് തന്നത്? അല്ലാതെ ശ്രീകുട്ടീന്റെ ആണോ അല്ലാതെ? ഡിസൈഡ് ചെയ്തത് ഞാൻ തന്നെയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഏതെങ്കിലും റൗണ്ടിൽ ഫുഡിനെ കുറിച്ച് സംസാരിക്കുന്നത്. അതുവഴി ആ ടോപ്പിക്ക് വന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഫുഡ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും വില്ലനും സുഹൃത്തുമായിട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നാട്ടുകാർക്കൊക്കെ ഒരു വിചാരമുണ്ട് ഞങ്ങൾ തടിയുള്ളവരെല്ലാം വിഴുങ്ങുവാന്നുള്ളത്. അത് കാരണം ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്ലേറ്റിൽ ഫുഡ് എടുക്കാൻ പോലും പറ്റത്തില്ല. അപ്പം അങ്ങോട്ട് നോക്കുക എന്താ എടുത്തേക്കുന്നത്, ഭയങ്കര കോൺഷ്യസ് ആക്കും നമ്മളെ. അതുകൊണ്ട് നമ്മളെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടൊന്നും അല്ല കേട്ടോ തടിക്കുന്നത്, നിങ്ങളത് മനസ്സിലാക്കിയോ. പക്ഷെ എന്നും പറഞ്ഞ് കഴിക്കാതൊന്നും ഇരിക്കുന്നില്ല, അതൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഫുഡ് വില്ലനുമാണ് സുഹൃത്തുമാണ്. പക്ഷെ ഏറ്റവും നല്ലൊരു മെസ്സേജും തന്നു. പുട്ട് പണ്ട് വെജിറ്റേറിയൻ ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു. ഇന്ന് അത് ഒരു വേറെ നോൺ വെജ് എല്ലാം കൂട്ടിയിട്ട് അത് വേറെ ലെവലാക്കി, ഹെൽത്തി ആക്കി. അപ്പൊ ഈ കൂട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ കണക്ക് പല പുട്ടും പല ഇഡലിയും വെറൈറ്റി ചിക്കൻ ഇഡലി വരെ ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ പഴങ്കഞ്ഞി തന്നെയാണ് ഹീറോ. സീരിയസ്ലി വാസ് എ വെരി ബിഗ് സർപ്രൈസ്. എന്റെ ഹസ്ബൻഡും ഞാനും കൂടിയാണ് എല്ലാ സ്ക്രിപ്റ്റും പറഞ്ഞു. ഞങ്ങൾ പറയുവാണ്, സംസാരിക്കും, മൂപ്പര് സംസാരിക്കും. ഇങ്ങനെ ആളിവിടെ എന്തായാലും വിളിക്കാം. വരൂ ചേട്ടാ. നമസ്കാരം. പേര് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞോളൂ. എന്റെ പേര് മുകേഷ്. ഒരു കാര്യം ഞാൻ പറയണം, നിങ്ങൾ രണ്ടുപേരും ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള ഒരു ഉത്സാഹം, അതുവരെ വരൂലെന്ന് പറഞ്ഞ ആളെന്ന് ഉച്ചയായാലും ഞാൻ വരാന്ന് പറഞ്ഞു. സ്വാസികയുടെ പുതിയ ഫിലിമൊക്കെ കണ്ടെങ്കിൽ തകർന്നിരിക്കുവാണ്. ഭയങ്കര സ്നേഹമാണ്. പണ്ട് ഈ പറഞ്ഞ സീതയായിരുന്നപ്പോ ഞാൻ സീരിയൽ കാണുമ്പോൾ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, നീ എന്തിനാ ഇതൊക്കെ കാണുന്നതൊക്കെ. ഇപ്പൊ ആള് മാറി. പിന്നെ ശ്വേതാമ പിന്നെ ത്രൂ ഔട്ട് ഹാർട്ട് ത്രോ ആണ്. അല്ലാതെ ഹഗ് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ. ഒരെണ്ണം വേണമെങ്കിൽ കൊടുത്തേക്ക് പ്ലീസ്, റെക്കമെൻഡ് ചെയ്യാം. അതൊക്കെ പറഞ്ഞാ കൊണ്ടുവന്നേക്കുന്നു. എന്തായാലും ഒരുപാട് മോഹ സ്വപ്നങ്ങൾ മനസ്സിൽ കൂട്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കണേ. നേരിട്ട് കണ്ടതിൽ ഭയങ്കര സന്തോഷം രണ്ടുപേര്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു എനർജി നമുക്ക് ഇവിടെ ഈ ഫ്ലോറിൽ ശരിക്കും കിട്ടുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയും, അതായത് നിങ്ങൾ വീട്ടിൽ റിഹേഴ്സൽ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ 1-2 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. എന്നാലും ഇന്ന് ഇവിടെ വന്ന് ഇവിടെ പെർഫോം ചെയ്തപ്പോ പ്രാക്ടീസ് ചെയ്തതിനേക്കാളും ഗംഭീരമായോ, ചേട്ടൻ അറിയാതെ ചിരിച്ചു പോയോ, എന്തായിരുന്നു? നല്ല പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്തു. മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാക്കി. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മീനു ഓരോ കാര്യത്തിനും കൈകൊണ്ടും മുഖം കൊണ്ടും കണ്ണുകൊണ്ടും കാണിക്കുന്ന എക്സ്പ്രഷൻസ് ചെയ്യുന്നു പറഞ്ഞു. പക്ഷെ ആ എക്സ്പ്രഷൻസ് ഒന്നും ഞങ്ങൾ പറഞ്ഞു കൊടുത്തില്ല. ഞങ്ങൾ കാര്യം പറഞ്ഞു, ഓക്കെ അവൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ കൂടുതൽ നിർബന്ധിച്ചൊന്നുമില്ല. പക്ഷെ അവള് എല്ലാത്തിനും ഇപ്പൊ പുട്ട് കുത്തിയെടുക്കുമ്പോ അതിനകത്ത് പുട്ട് തേങ്ങ എന്നൊക്കെ പറയുമ്പോ പുള്ളിക്കാരത്തി എങ്ങനെ തേങ്ങ ഇടുക, അത് ഭയങ്കര സർപ്രൈസിങ് ആയിപ്പോയി. നല്ല രീതിയിൽ രണ്ടുപേർക്കും ഒരു തെറ്റും കൂടാതെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഭയങ്കര സന്തോഷം. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് മീനു. അതാണ് ബെസ്റ്റ് അവാർഡ്. ബെസ്റ്റ് മീനൂട്ടി ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് അവാർഡാണ് ഇപ്പൊ മോൾക്ക് കിട്ടിയത്. അച്ഛന്റെ ഒരു അനുഗ്രഹം, അച്ഛന്റെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. സീരിയസ്ലി അതെല്ലാം കിട്ടാന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് നമ്മള്. എന്തായാലും അച്ഛനും അമ്മയും ഭയങ്കര ഹാപ്പിയാ. അച്ഛന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാം നമുക്ക്.